പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. നീതി സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അതേൽക്കുവാൻ, നീതി സൂര്യൻ്റെ ആ വചനങ്ങൾ ശ്രവിക്കുവാൻ കാതുകൾ കൂർപ്പിച്ച് ഹൃദയത്തെ ഉരുക്കി കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി സംസാരിക്കുന്ന ദൈവവചന കേൾവിക്കായി നമ്മളെ തന്നെ ദൈവകരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുന്നു. നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. 55-ാം അധ്യായത്തിലെ യേശു കർത്താവ് ദൈവം തമ്പുരാൻ യേശു മശിക ആ വാക്തത്വങ്ങളൊക്കെ തന്നിട്ട് ആ നടപ്പിനെയും വഴികളെയും എല്ലാം കുറിച്ച് പറഞ്ഞിട്ട് ഈ 58-ാമത്തെ വാക്യമാകുമ്പോൾ മനുഷ്യനും ദൈവമായിട്ട് രണ്ട് വിചാരങ്ങൾ, നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികൾ എൻ്റെ വഴികൾ, ആകാശം ഭൂമി, ഉയരത്തിലുള്ളത് താഴെയുള്ളത്, ഇങ്ങനൊരു തിരിവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയായിട്ട് തിരിക്കുന്നത് പോലെ. അപ്പൊ ഇതിനകത്ത് പറയുന്ന വാക്ക് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളോട് ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ മനുഷ്യന്റെ വഴികളിൽ നിന്ന് ദൈവത്തിന്റെ വഴി ഒത്തിരി ഉയരത്തിലായിരിക്കുന്നു. മനുഷ്യന്റെ വഴികൾ മാനുഷിക ചിന്തകൾക്കും മാനുഷികമായി ആ ലോജിക്കായിട്ടുള്ള ചിന്തകൾക്കും അതിനകത്ത് ലിമിറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിധിയില്ലാത്ത ചിന്ത മനുഷ്യനെ കുറിച്ചുണ്ട്. ലിറ്ററലി നമ്മൾ ഈ വഴിയെക്കുറിച്ച് എൻ്റെ വഴിയല്ല നിന്റെ വഴി, മനുഷ്യന്റെ വഴി എത്താതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വഴി എത്തും. മനുഷ്യന്റെ വഴികൾ തടസ്സങ്ങൾ നേരിടുമ്പോൾ ദൈവത്തിന്റെ വഴി തടസ്സമില്ലാതെ എത്തും. അതാ പ്രത്യേകത. ഈ വചനം വായിക്കുമ്പോൾ തന്നെ ഒന്ന് ലിറ്ററലി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണം എന്നിരിക്കട്ടെ. അവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ കാലമാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി, അവിടെ കണ്ടു, ട്രാഫിക് കണ്ടു, ഏറ്റവും ഈസി റൂട്ട് എടുത്തു. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക്, എറണാകുളത്ത് ട്രാഫിക് ബ്ലോക്ക്, കൊല്ലത്ത് ട്രാഫിക് ബ്ലോക്ക്, ട്രാഫിക് ജാം, പിന്നെ ആക്സിഡന്റ്, ബുദ്ധിമുട്ട്, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഉദ്ദേശിച്ച സമയം 8 മണിക്കൂറാണെങ്കിൽ എത്തുമ്പോൾ 14, 15, 16 മണിക്കൂർ അത് തന്നെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ഭക്ഷണം കിട്ടിയില്ല. പല ബന്ധപ്പാടുകളാ യാത്രക്കകത്ത്. എന്നാൽ ഈ യാത്ര ഒരു ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണ് യാത്ര ചെയ്തെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നല്ല ഹെലികോപ്റ്റർ ഹെലിപ്പാഡിൽ നിന്ന് അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ ഉയർന്ന് വിമാനം ഉയരുമ്പോൾ അവർക്ക് താഴെയുള്ള ട്രാഫിക് ജാം കാണാം, ആക്സിഡന്റ് കാണാം, വാഹനം ഓടുന്നത് കാണാം. പക്ഷെ ആകാശത്തിൽ ആ എയർപാതയ്ക്കകത്ത് ഒരൊറ്റ തടസ്സങ്ങളും ഇല്ലാതെ നേരെ 2 മണിക്കൂറാണ് ടൈം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ കൃത്യം 2 മണിക്കൂർ തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ ഫ്ലൈറ്റോ ഈ ഹെലികോപ്റ്ററോ എത്തുവാനിടയാകും. ഇവിടെ എന്താ വ്യത്യാസമുള്ളത് എന്ന് ചോദിച്ചാൽ, മാനുഷികമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ട്രാഫിക് ജാം ഉണ്ട്, യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് മാനുഷിക വഴിയാ. പക്ഷെ എയറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തടസ്സമില്ല, ഒരു തടസ്സവുമില്ലാതെ പറഞ്ഞ ടൈമിൽ തന്നെ എത്തുന്നു എങ്കിൽ ഇത് കേവലം ഒരു കാറും എയ്റോപ്ലെയിനുമായിട്ടുള്ള ഉയരത്തിലെ വ്യത്യാസമാകുമ്പോൾ ഇവിടെ പറയുന്ന ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഭൂമിയില് കേവലം ഒരു ഹെലികോപ്റ്ററിന്റെയോ ഫ്ലൈറ്റിന്റെയോ അല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പാരുഷികമായി മനുഷ്യൻ ഭൂമിയിലെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ആകാശത്തിനകത്ത് ഉന്നതും ഉയർന്നിരിക്കുന്നതും അത് ദൈവത്തിന്റെ മാത്രം പദ്ധതികളും വഴിയൊരുക്കുന്നതുമായ പദ്ധതികളാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നിന്റെ വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് വാ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നിന്റെ പാത അടഞ്ഞിരിക്കുമ്പോൾ കർത്താവിലേക്ക് വാ, ദൈവം നിനക്ക് വേണ്ടി പാതകളെ ഒരുക്കും. നിന്റെ വഴികൾ, നിന്റെ വിചാരങ്ങളെല്ലാം തീർന്ന് അത് അസ്തമിച്ചു പോയി എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വിചാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. വിചാരവും വഴിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം, ഒത്തിരി ബന്ധമുണ്ട്. വിചാരത്തിൽ നിന്ന് വഴി ആരംഭിക്കുന്നതും വഴി അടയുന്നതും. ഒന്ന് ചിന്തിച്ചേ, കാനാവിലെ കല്യാണ വീട്ടിൽ വിചാരപ്പെട്ടിരിക്കുന്ന അപ്പനും അമ്മയും അവിടുത്തെ മണവാളനുമുണ്ട്. ആയുസ്സിൽ അവരുടെ നിന്ന മാറാതെ പരസ്യക്കോലമായി ഇരിക്കുമെന്ന് ചിന്തിച്ച് അടുത്തൊരു വഴി കാണാതെ ഒരു പക്ഷേ അകത്തെ റൂമിനകത്ത് തലകുമ്പിട്ട് ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുന്ന ഒരു കുടുംബം.
എല്ലാ വഴികളും അടഞ്ഞ് കണക്കുകൂട്ടലുകൾ തെറ്റി മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ അടഞ്ഞിരിക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിലെ ഒരു കുടുംബം. പക്ഷേ ദൈവത്തിന് അവിടെ ഒരു പദ്ധതിയുണ്ട്. യേശുവിനെ കല്യാണ വീട്ടിൽ വിളിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു വഴി ദൈവം തുറക്കുകയാ. അവിടെ ഒരു വിചാരം, വീട്ടുകാർ മുഴുവൻ വിചാരത്തിനകത്തകപ്പെട്ട് മുന്നൊരു വഴി കാണാതിരിക്കുമ്പോ യേശു കർത്താവിന് കുടുംബത്തെ കുറിച്ച്, മണവാളിനെ കുറിച്ച്, അപ്പനെ അമ്മയെ കുറിച്ച് ഒരു വിചാരമുണ്ട്. ദൈവത്തിന്റെ പൈതലെ ഒന്ന് ചിന്തിച്ചേ. നിനക്ക് വിചാരമില്ലാതിരിക്കുമ്പോ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. നിനക്ക് യാതൊരു വിചാരങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. നിന്റെ വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുകയാ. എല്ലാ വിചാരങ്ങളെല്ലാം മൂടിക്കെട്ടി ഒരു വഴി കാണാതിരിക്കുമ്പോ യേശു അവിടെ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വിചാരപ്പെട്ടിരുന്നിടത്ത് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാ. മാർത്തയെ കുറിച്ച് എഴുതിയിരിക്കുന്ന മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണം, യേശുവിന് കൊടുക്കണം, വചനം ധ്യാനിക്കണം, സഹോദരി കൂടുന്നില്ല. യേശു പറയുന്നു പലതിനെ ചൊല്ലി വിചാരപ്പെടണ്ട. നല്ല അംശം, അത് കർത്താവിന്റെ പാദമെടുത്തില്ലേ. ഇന്ന് നീ വിചാരപ്പെടുന്ന വ്യക്തിയാണോ? കർത്താവിന്റെ അടുക്കിലേക്ക് വന്നേ. കർത്താവ് ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഒരു വഴി കൂടെ പറയട്ടെ. ചെങ്കടലിന്റെ തീരത്ത് വന്ന് ഒരു വഴി കാണാതെ, ഹല്ലേലൂയ, ജനമെല്ലാം അവിടെ പിറുപിറുപ്പുമായി പലവിധ ചിന്തകള്, പിന്നിൽ ഫറവോനും സൈന്യവും. ജീവിതം അവസാനിക്കാൻ പോകുന്നു, ജീവിതം തീരാൻ പോകുന്നു, വഴിയില്ല, ശവക്കുഴി കാണാൻ പോകുന്നു, മുന്നോട്ട് വഴിയില്ലാതെ പലവിധ വിചാരവുമായി മോശയോട് വന്ന് പിറുപിറുക്കുമ്പോ മോശ പോലും നിലവിളിക്കുകയാ. വിചാരത്തിന്റെ പാരമ്പര്യത്തിൽ മോശ പോലും നിലവിളിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോ ദൈവം മോശയോട് പറയുക, മോശയെ നീ നിലവിളിക്കുന്നത് എന്ത്? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. മുന്നോട്ട് പോകാൻ തമ്പുരാൻ പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അടുത്താണ് നീ നിലവിളിക്കുന്നതെങ്കിൽ, ആത്മാവിൽ ഉറപ്പിച്ച കർത്താവിന്റെ അടുക്കിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് പറയാം, ദൈവത്തെ വിശ്വസിച്ചാൽ നീ കാണാത്ത, നിന്റെ വിചാരത്തിന് കാണാത്ത, ഫറവോൻ കാണാത്ത, അവന്റെ വിചാരത്തിന് കാണാത്ത, മോശ കാണാത്ത ഒരു വഴി, ഒരു വിചാരത്തിന് കാണാത്ത ഒരു വഴി, ചെങ്കടലിന്റെ അടിത്തട്ടിൽ ഒരു വഴി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിചാരവും വഴിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാ. വിചാരിച്ചെങ്ങും എത്താതിരിക്കുമ്പോ, നിന്റെ വഴിയെല്ലാം നാല് ഭാഗത്ത് അടഞ്ഞിരിക്കുമ്പോ, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു വഴി, സ്വർഗത്തിന്റെ വഴി നിനക്ക് വേണ്ടി തുറക്കുകയാ. സ്വർഗത്തിലെ വഴി കുഞ്ഞ് നിനക്ക് വേണ്ടി തുറക്കുക. വിശ്വസിച്ചേ. ഭൂമിയിലുള്ള സകല വഴികളും അടയുമ്പോ സ്വർഗത്തിന്റെ വഴി കുഞ്ഞെ നിനക്ക് വേണ്ടി തുറക്കുകയാ. വിശ്വസിച്ചോ? സ്വർഗത്തിന്റെ വഴി നിനക്ക് വേണ്ടി തുറക്കുകയാ. ആത്മാവിൽ ഏറ്റെടുത്തേ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിനക്ക് വേണ്ടിയുള്ള വഴികൾ, നിനക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ ദൈവത്തിന് വലിയവയാ. ദൈവത്തിന് നിനക്ക് വേണ്ടി വഴിയുണ്ട്, അത് തുറക്കപ്പെടുക. ആത്മാവിൽ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം. കർത്താവ്, സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയിലെ പോരാളികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകല പേരെയും അനുഗ്രഹിക്കുന്നപ്പാ. സ്വർഗത്തിന്റെ കരം കൂടിരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. എന്റെ വിചാരമല്ല നിന്റെ വിചാരം, എന്റെ വഴിയല്ല നിന്റെ വഴി. നിനക്ക് പ്രയാസമായത് ബുദ്ധിമുട്ടുള്ളത് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരട്ടെ. അവൻ വഴി തുറക്കുന്ന ദൈവം. തലമുറയ്ക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങൾ, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിത്യത വരെയുള്ള വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കും. യഹോവ കൂടിരിക്കും. ആത്മാവിൽ ഉറപ്പിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.